നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിക്സ്ചർ കഴിച്ച ശേഷം ദേഹാസ്വാസ്ഥ്യവും ഛർദിയും അനുഭവപ്പെട്ട 5 വയസ്സുകാരനാണ് ദാരുണാന്ത്യം. മടത്തറ നെല്ലിക്കുന്ന് താഹന മൻസിലിൽ ജമീലിന്റെയും തൻസിയയുടെയും മകൻ മുഹമ്മദ് ഇജാനാണ് മരിച്ചത്. കുടുംബം കുമ്മിൾ കിഴുനിലയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കുമ്മിൾ ഏഞ്ചൽ സ്കൂൾ LKG വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഇഷാൻ. ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ ഛർദി അനുഭവപ്പെട്ട കുട്ടിയെ കടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. തലേ ദിവസം ബേക്കറിയിൽ നിന്ന് വാങ്ങിയ മിക്സ്ചർ കഴിച്ച ശേഷമാണ് കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. കുട്ടി കഴിച്ച ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിശദ പരിശോധനയ്ക്ക് ശേഷമേ എന്താണ് കാരണമെന്ന് വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. ഭക്ഷണം കൂടുതൽ ആകർഷകമാക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ നിറങ്ങളടങ്ങിയ ഭക്ഷണം പതിവായി കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ചില നിറങ്ങൾ സുരക്ഷിതമാണെങ്കിലും കുട്ടികളിൽ സ്വഭാവ വൈകല്യങ്ങൾ, വിഷാദം, ഉത്കണ്ഠ എന്നിവയ്ക്കും ആസ്മയ്ക്കും ക്യാൻസറിന് പോലും കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സ്കൂൾ പരിസരങ്ങളിലും ഇത്തരത്തിൽ കൃത്രിമ നിറങ്ങളടങ്ങിയ മിഠായികൾ, സിപ്പപ്പുകൾ, ശീതളപാനീയങ്ങൾ എന്നിവയുടെ വിൽപ്പന വ്യാപകമാണ്. ഇത്തരം രാസവസ്തുക്കൾക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കൃത്രിമ നിറം ഉപയോഗിക്കുന്നതിനെതിരെ ജില്ലയിൽ നിറമല്ല രുചി ബോധവൽക്കരണവും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണവും നടത്തിയിരുന്നു. എന്നാൽ ഉൽപാദകർ ഇവ ശ്രദ്ധിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിൽ കർശന നടപടിയിലേക്ക് ഭക്ഷ്യവകുപ്പ് കടന്നിരുന്നു. അമിത അളവിൽ നിറങ്ങൾ ചേർത്ത് വിൽക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതുമായ സ്ഥാപനങ്ങൾക്കെതിരെയായിരുന്നു പ്രോസിക്യൂഷൻ കേസെടുക്കുക. എല്ലാ നിർമ്മാണ യൂണിറ്റുകളും പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. പിഴ ചുമത്തിയിട്ടും ഹോട്ടലുകളിലും ഭക്ഷ്യവസ്തു നിർമ്മാണ യൂണിറ്റുകളിലും കൃത്രിമ നിറങ്ങളുടെയും മറ്റും രാസവസ്തുക്കളുടെയും ഉപയോഗം കുറയാത്ത സാഹചര്യത്തിലായിരുന്നു ഈ നടപടിയുണ്ടായത്. പലഹാരങ്ങളുടെ രൂപവും ആകർഷണീയതയും മെച്ചപ്പെടുത്തുന്നതിനായി ഭക്ഷണത്തിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് സിന്തറ്റിക് ഫുഡ് കളറുകൾ. ടാട്രാസൈൻ, സൺസൈറ്റ് യെല്ലോ, അമരന്ത്, അല്ലുറ റെഡ്, കിനോലിൻ യെല്ലോ, ബ്രില്യൻ ബ്ലൂ, ഇൻഡിഗോ, കാർമൈൻ എന്നിവയാണ് സാധാരണ ഭക്ഷണങ്ങളിൽ ചിലത്. എന്നാൽ ഇവ അനുവദനീയമായ അളവിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. 2006 ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണത്തിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നതിന് കർശനമായ നിയന്ത്രണമുണ്ട്. എന്നാൽ ഇത് ലംഘിച്ച് പലരും കൂടിയ അളവിലും നിരോധിത കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കുകയാണ്. ജില്ലയിൽ നിയമവിരുദ്ധമായി കൃത്രിമ നിറം ചേർത്തതിന് 400-ലധികം കേസുകൾ നിലവിലുണ്ട് എന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം വ്യക്തമാക്കുന്നത്. ഭക്ഷ്യവസ്തുവായ മിക്സ്ചറിൽ അനുവദനീയമല്ലാത്ത നിറം ചേർക്കൽ വ്യാപകമായതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യത്തിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ടാട്രസിൻ മിക്സ്ചറുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ബന്ധപ്പെട്ട കടകളിലെ ഉൽപാദനവും വിൽപ്പനയും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധിക്കുകയും ചെയ്തു. താരതമ്യേന വീര്യം കൂടിയ ടാട്രസിൻ അലർജി, ആസ്മ, ഉത്കണ്ഠ, തൊലി പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകും. അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നതിന് നിയന്ത്രണമുണ്ട്. മിക്സ്ചറുകളിൽ മഞ്ഞ നിറത്തിനായാണ് ഇത് ഉപയോഗിക്കുന്നത്. കിഡ്നിയെയും കരളിനെയും അതിമാരകമായി ബാധിക്കുന്ന റോഡാമിൻ B എന്ന രാസവസ്തുവിന്റെ ഉപയോഗവും കൂടുന്നുണ്ട്. കുറച്ചു നാൾക്ക് മുമ്പ് സാക്രിൻ സോഡിയം ചേർത്ത് ഐസ് കാൻഡി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിന് 3 മാസം തടവും 25,000 രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.